ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാത്തന്നെ ഒന്ന് കണ്ടുവെക്കുക. അതുപോലെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കിച്ചണിൽ വന്നിട്ടുണ്ട്. രാവിലെ എണീറ്റ് നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചൊക്കെ കിച്ചണിൽ വരുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. എനിക്ക് അന്നത്തെ ദിവസം നല്ലൊരു സമാധാനമാണ്. ചില ദിവസങ്ങളിൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരുപാട് സമയമൊന്നും നമുക്ക് പ്രാർത്ഥിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും സമയം കിട്ടൂല. കാരണം വൈകിയാവും എണീക്കുക. അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. അതേപോലെ തന്നെ ഒരുപാട് സമയവും കിട്ടും. ഒരു സാധാരണ എണീക്കണക്കാട്ടി ഒരു അരമണിക്കൂർ മുന്നേ നമ്മൾ എണീക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ എനിക്കും അതേപോലെ തന്നെയാണ് കേട്ടോ. ചില ദിവസങ്ങളിൽ ഒരു മടിയാണ് രാവിലെ കുറച്ച് നേരത്തെ എണീക്കാൻ. അതെന്താ വെച്ചാൽ രാത്രി നമ്മൾ കിടക്കുമ്പോൾ വൈകി കിടക്കണതുകൊണ്ടാണ് രാവിലെ എണീക്കാൻ മടി. അപ്പോൾ അങ്ങനെ മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ അലാറം കുറച്ച് വിട്ട് കൊണ്ടുപോയി വെക്കലാട്ടോ. എന്നാൽ അലാറം അടിക്കുമ്പോൾ നമ്മൾ ആ ഒരു അലാറം ഓഫാക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് എണീക്കുമല്ലോ. നേരെ മറിച്ച് നമ്മൾ തലക്കപ്പുറത്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ അത് ഓഫാക്കിയിട്ട് അവിടെ കിടക്കും. ഇപ്പോൾ പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ മാസമല്ലേ, അപ്പോൾ നമുക്ക് മൗലിദും കാര്യങ്ങളൊക്കെ രാവിലെ കുറച്ച് ചൊല്ലാനൊക്കെ പറ്റിയാൽ അതൊക്കെ ഒരു എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല കേട്ടോ. എനിക്ക് അങ്ങനെയാണ്, എൻ്റെ മനസ്സിനൊക്കെ ഒരു നല്ലൊരു സമാധാനമാണ് അങ്ങനെയൊക്കെ ചെല്ലുമ്പോഴൊക്കെ. അപ്പോൾ ഞാൻ വീഡിയോയിൽ പറയണേന് കുറേ എതിരുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ചെയ്യണ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ഒരു റിസൾട്ടൊക്കെ കിട്ടുമ്പോഴേ എന്തെങ്കിലും മനസ്സിൽ ചിലപ്പം ആഗ്രഹങ്ങളില്ലാത്ത ആൾക്കാരുണ്ടാവില്ല. എന്നാലും എനിക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് സാധിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് നമ്മൾ വിചാരിച്ച ആ കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പോൾ ഞാൻ അതിൽ വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഓരോ ദിവസവും തുടങ്ങുമ്പോഴും നമ്മൾ ആ ഒരു തുടക്കത്തിൽ തന്നെ നമ്മൾ പ്രാർത്ഥനയോട് കൂടിയിട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ ദിവസം എന്തായാലും നന്നാവും. അതേപോലെ ഡെയിലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിക്കും കേട്ടോ. എനിക്ക് അങ്ങനെയാണ്. ഇപ്പോൾ വീടില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വീടൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് സുബഹ് നേരത്തൊക്കെ മക്കളൊക്കെ ഉറങ്ങിയേക്കാരാ അങ്ങനെ ഒച്ചയും വീടിയും ബഹളമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ് ആ ഒരു ടൈം. അതുപോലെ തന്നെ തഹജ്ജുദൊക്കെ നിസ്കരിക്കാൻ പറ്റുകയാണെങ്കിൽ അതൊക്കെ നിസ്കരിച്ച് നമ്മൾ ആത്മാർത്ഥമായിട്ട് പഠിച്ചവനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാലും പഠിച്ചവന് അത് തരും. പക്ഷേ ചില ആൾക്കാർ പ്രാർത്ഥിക്കും, അത് ആർക്കാനും വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാവും. ആത്മാർത്ഥമായിട്ട് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നടക്കും. എനിക്കത് വിശ്വാസമാട്ടോ. അപ്പോൾ നിങ്ങളും അതുപോലെയൊക്കെ ചെയ്ത് നോക്കുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങളെല്ലാവരും ഉൾപ്പെടുത്തലുണ്ട്. അതേപോലെ നിങ്ങളെ പ്രാർത്ഥനയിൽ ഇനി ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഇന്ന് ഒരു കാര്യം പറയാണ്ട്, നമ്മളെ ഷെരീഫത്ത് ഉണ്ടല്ലോ, നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഇത്തയാണ് ഷെരീഫത്ത്. നിങ്ങൾക്ക് അറിയാം, ഷെരീഫ ലത്തീഫ് എന്നുണ്ടാവും കമൻറ്റ് ബോക്സിൽ. അധികവും ലൈക്കും കമൻറ്റും ഒക്കെ ഫസ്റ്റ് തരൽ ഇത്തന്നെയാണ്. ഇത്താക്ക് 2 ആൺമക്കളാണ്. അപ്പോൾ ഇത് ചെറിയ മോന് 21 വയസ്സായപ്പോൾ 21 വയസ്സ് ഉള്ള ടൈമാണ് കേട്ടോ. ആ ഒരു ടൈമിൽ ഫ്രണ്ട്സുകളുടെ കൂടെ പുഴയ്ക്ക് കുളിക്കാൻ പോയതാണ്. അങ്ങനെ പുഴയിൽ ഒഴുക്കിൽ പെട്ട് പോയി. ഇന്നത്തേക്ക് 10 വർഷം തികയാണ്. അപ്പം 4 ദിവസമാണ്. അപ്പോൾ എല്ലാവരും ആ മോനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് എന്നോട് വീഡിയോയിൽ പറയാൻ പറഞ്ഞെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫാമിലി ആയ പോലെയല്ലേ, ഡെയിലി വീഡിയോ കണ്ട് കമൻറ്റ് ഇടുന്ന എത്രയോ പേരുണ്ട്. അപ്പം എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ഒന്നു മോൻ്റെ ഖബർ അല്ലാഹു സ്വർഗീയ പൂന്തോപ്പിലാക്കി കൊടുക്കട്ടെ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഇത്താൻ്റെയും ഇക്കാൻ്റെയും ഒക്കെ മനസ്സിനും സമാധാനം പഠിച്ചോൻ കൊടുക്കട്ടെ. നമുക്ക് നമ്മളെ മക്കൾ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത്രയും സങ്കടമുള്ള ഒരു കാര്യം നമുക്കില്ലല്ലോ. അപ്പോൾ എന്തായാലും മനസ്സിനൊക്കെ പഠിച്ചോ സമാധാനം കൊടുക്കട്ടെ. എപ്പോഴും ഇടയ്ക്കൊക്കെ എന്നോട് വിളിച്ചിട്ട് ഇങ്ങനെ സങ്കടം പറയലുണ്ട് കേട്ടോ. കാരണം ഇത്താൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നതാണ് ആ മോന്. അപ്പോൾ ഞാൻ കൂടുതൽ പറയണില്ല. വീഡിയോ കാണുമ്പോൾ ഇത്താക്ക് സങ്കടം വരും. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയണില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ചോറാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഗ്രീൻ പീസ് കറി വെച്ചു. പിന്നെ നൂൽപുട്ട് ഉണ്ടാക്കി. വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കണത് തന്നെയല്ലേ, നിങ്ങളും ഉണ്ടാക്കണതാവും, നിങ്ങൾക്കും അറിയാം. നൂൽപുട്ടൊക്കെ അധികം നമ്മൾ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കണതാണ്. റെസിപ്പിയും കാര്യങ്ങളൊക്കെ കാണിച്ചതാണ്. അപ്പോൾ ഒന്ന് നൂൽപുട്ടിൻ്റെ പ്ലേറ്റൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അതെടുത്താലേ പാത്രങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാവും കഴുകാൻ. നേരെ മറിച്ച് ഇഡ്ഡലി തട്ടിലിങ്ങനെ ആവിയിൽ വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ പാത്രങ്ങളൊന്നും ഉണ്ടാവില്ല കഴുകാൻ. അപ്പോൾ അങ്ങനെ ഇഡ്ഡലി തട്ടിലാണ് കേട്ടോ ഒന്ന് നൂൽപുട്ടൊക്കെ വേവിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ അപ്പുറത്തെ അടുപ്പിൽ സോയാബീൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ള കൂട്ടാനാണ് കേട്ടോ അത്. സോയാബീൻ ഇങ്ങനെ മൊരിയിച്ചെടുക്കുന്നത് മക്കൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓയിൽ വേണം. ഓയിൽ നല്ലോണം കുടിക്കണതാണ്. അപ്പോൾ ഞാൻ
നമ്മളാ ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടല്ലോ, കട്ടിയുള്ള ആ ചട്ടിയായിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിനത്. അതിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ മസാലയൊക്കെ തേച്ച് വെച്ച് ആ ഒരു സോയാബീൻ അതിക്ക് ഇട്ട് കൊടുത്തു. ആദ്യം അതൊന്ന് തിളപ്പിച്ച വെള്ളത്തിൽ വെച്ചിന് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പകുതി വേവായി തന്നെ ആയിക്കും. പിന്നെ ആ വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞെടുത്ത് അതിൽ മസാലയൊക്കെ തേച്ച് അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ ചെറിയ തീയിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ ഗ്രീൻ പീസ് കറി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയായിട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. തേങ്ങയൊന്നും അരച്ചിട്ടില്ല ഇതിക്ക്. ഗ്രീൻ പീസ് കഴുകി കുക്കർക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അതിക്ക് ഒരു സവാളയും ഒരു ഉരുളക്കിഴങ്ങും പിന്നെ മഞ്ഞൾപ്പൊടി രണ്ട് മൂന്ന് കാന്താരി മുളക് ഇട്ടുകൊണ്ട് അങ്ങനെയാണ് വേവിച്ചെടുത്തേക്കാണ്. അപ്പോൾ അതാ പ്രഷറൊക്കെ പോയി ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഇവിടെ ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചെറിയൊരു കഷ്ണം സവാള അരിഞ്ഞിട്ടുണ്ട് ഒന്ന് വഴറ്റിയെടുത്തു. കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. പിന്നെ അതിക്കതാ നമ്മളെ ഗ്രീൻ പീസ് കറിയാണ് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇത്രേ ഉള്ളൂ, കറി റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് മസാലപ്പൊടികളൊന്നും ഇതിൽ ചേർക്കില്ല. പച്ചമുളകും മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുള്ളൂ. വെളിച്ചെണ്ണയിൽ കടുക് വറുത്തെടുക്കണം കേട്ടോ, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഓയിൽ യൂസ് ചെയ്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ അതേപോലെ നമ്മളെ സോയാബീനും ആയി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ കട്ടിയുള്ള ചട്ടിയിൽ വെച്ചാലേ ഒരുപാട് ഓയിൽ വേണ്ട, കുറച്ച് ഓയിൽ മതി. എന്നാൽ നല്ലോണം മൊരിഞ്ഞ് കുട്ടികളുടെ ഇഷ്ടത്തിനായി കിട്ടും ചെയ്യും. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതും ആയിട്ടുണ്ട്. ഇത് കണ്ടില്ല നിങ്ങൾ, കറുത്ത കളറായിട്ട് കാണുന്നുണ്ട്. പിന്നെ മസാലപ്പൊടികളൊക്കെ കുറേശ്ശെ ചേർത്തിട്ടുള്ളൂ കേട്ടോ. കുറേശ്ശെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയൊക്കെയാണ് ചേർത്തിനിയത്. പിന്നെ അതേപോലെ കുറച്ച് സോയാ സോസും തക്കാളി സോസും ഒക്കെയാണ് ചേർത്തിനിയത് കേട്ടോ. പിന്നെ അരിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി അങ്ങനെ നമ്മുടെ നൂൽപുട്ടൊക്കെ ഞാനിതാ പാത്രത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇഡ്ഡലി തട്ടിൽ നൂൽപുട്ട് ഉണ്ടാക്കുകയാണെങ്കിലും ഇഡ്ഡലി ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ ഈ 2 പ്ലേറ്റിൽ പാകമാണ് കേട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ അത് ആയിട്ടുണ്ട്, അതവിടെ അടച്ച് വെച്ചു. പിന്നെ നമ്മളെ കറിയും ആയിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ആ ചട്ടി എനിക്ക് വേണം കേട്ടോ. ഇനി ഞാൻ കുറച്ച് ഉപ്പേരിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് ബീട്രൂട്ട് വെച്ചിട്ട്, കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാൻ വേണ്ടിയിട്ട്. അപ്പം ചട്ടി അതന്നെ ഒഴിവാക്കിയതാണ്. പിന്നെ കുറേ പാത്രങ്ങൾ അങ്ങനെ ആകുമ്പോൾ കഴുകാനും കുറച്ച് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇതാ നമ്മളെ ഗ്രീൻ പീസ് കറി സൂപ്പറാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. തേങ്ങയൊന്നും അരക്കണ്ട, ആ കിഴങ്ങ് ചേർത്ത് ഉടച്ചു കൊടുത്തതുകൊണ്ടേ നല്ല കുറുകിയ കറിയായിട്ട് കിട്ടും. അപ്പോൾ ഇതാ ചിഞ്ചുമോളും ഇവിടെ ചായ എടുക്കാൻ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഓൾക്ക് ചായ എടുത്ത് കൊടുക്കുകയാണ്. അതേപോലെ ഐഫക്കുട്ടി മദ്രസക്കും പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഓൾക്കും ചായ കൊടുക്കണം. അപ്പോൾ സമയം 7:15 അപ്പം 7:15 ആകുമ്പോഴത്തേന് ചോറും ആവണം, അതേപോലെ ബ്രേക്ക്ഫാസ്റ്റും ആവണം. അപ്പോൾ പുറത്തടുപ്പത്തേക്ക് പോയാൽ ആയി കിട്ടൂല, അല്ലെങ്കിൽ കുറച്ച് നേരത്തെ പോകണം. ഞാനിപ്പോൾ ഒരു 6 മണിയൊക്കെ ആയിട്ട് തന്നെയാണ് കേട്ടോ കിച്ചണിക്ക് വരൽ. അടുപ്പത്താണ് നമ്മൾ കുക്കിംഗ് എന്നുണ്ടെങ്കിൽ 5:30 ആകുമ്പോൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഈ സമയത്തിനാവില്ല. അപ്പോൾ ആ നേരത്തെ ഇങ്ങനെ വെളിച്ചം വെച്ച് വരുന്നല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങാനൊരു പേടിയാണ്. അപ്പം എന്തായാലും ഗ്യാസുമേലായ എളുപ്പമാവും ചെയ്യും. പിന്നെ നമുക്ക് ഒരുപാട് ഫുഡൊന്നും ഉണ്ടാക്കണ്ട, കുറച്ച് മതിയല്ലോ, ഞാനും മക്കളും മാത്രമല്ലേ ഉള്ളൂ. അപ്പം ഗ്യാസുമേ തന്നെയാണ് കേട്ടോ ഇപ്പോൾ അധികം കുക്കിങ്ങൊക്കെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ആയി, അതേപോലെ തന്നെ ചോറും ആയിട്ടുണ്ട്. പിന്നെ നമ്മളെ സോയാബീനും ആയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ചല്ല ഒരു വലിയൊരു ബീട്രൂട്ട് എടുത്തുകൊണ്ട് തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്തിക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് ഉപ്പേരി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ കടായിക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകിട്ട് പൊട്ടിച്ചെടുത്തു. പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടാണ്ട് ഒന്ന് മൂപ്പിച്ചിട്ട് ഈ ബീട്രൂട്ട് അതിക്കിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്താൽ നല്ല ഭംഗിയായിട്ടാണ് കാണാൻ. നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ കത്തി കൊണ്ട് കട്ട് ചെയ്യുന്ന കാട്ടിലും കാണാനൊരു ചൊറുക്കാണ്. കനം കുറഞ്ഞതായതുകൊണ്ട് എളുപ്പം വേവും ചെയ്യും. അപ്പോൾ ഈ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുത്താണ്ട് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടേന്. ഇപ്പോൾ അത് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കുറച്ച് കാന്താരി മുളക് കീറിയിട്ടതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അങ്ങനെ തന്നെ അടച്ചു വെക്കുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അതിക്ക് ആവിയൊക്കെ ഒന്ന് കയറി വരട്ടെ, എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചായക്കും വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഒരു തിരക്കാണ് കേട്ടോ കിച്ചണിൽ. ഇപ്പം നമ്മൾ ഐഫക്കുട്ടി മദ്രസക്ക് പോയി, റിച്ചുമോ മദ്രസക്ക് പോയി. ഇപ്പം ഇനിയിപ്പോൾ പോകാനുള്ളത് ചിഞ്ചുമോളാണ് ഇപ്പോൾ പോകാനുള്ളത്. ഓളെ ഞാൻ കിണച്ചിങ്ങൽ വന്ന സ്ഥലമുണ്ട് നമ്മളവിടെ, അവൾക്ക് കൊണ്ടാക്കി കൊടുക്കണം കേട്ടോ. അവിടെ നിന്നാണ് ഓൾക്കുള്ള ബസ്. ഓൾ മഞ്ചേരിയാണ് ഇപ്പോൾ പഠിക്കുന്നത്. അപ്പം ഇവിടുന്ന് നേരിട്ടുള്ള ബസ്സുണ്ട് 7:40. അപ്പോൾ ബസ്സിന് പോകണമെങ്കിൽ ഇവിടുന്ന് 7:30 ആകുമ്പോൾ ഞങ്ങൾ പോകും. അങ്ങനെ ഓൾക്ക് പോകാനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേന് ഓൾക്കുള്ള ചോറും വേഗം ഞാൻ പാത്രത്തിലാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ കറി ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിയാലും ചിഞ്ചുമോൾ കൊണ്ടുപോകില്ല കേട്ടോ. അപ്പം ചോറും ഈ ഉപ്പേരിയും നമ്മൾ സോയാബീൻ ഉണ്ടാക്കിക്കണല്ലോ അതും ആണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഈ ചോറിൻ്റെ പാത്രത്തിൻ്റെ മേലെ വേറൊരു പാത്രമുണ്ട് കൂട്ടാനിടാൻ, അതിക്കും കൂട്ടാടാൻ പറ്റില്ല, ചോറിൻ്റെ മേലെ തന്നെ ഇടണം. എന്നോട് പറയും ഇങ്ങനെ ചോറിൻ്റെ മേലെ കൂട്ടാട്ടാൻ വെച്ച് ഞാനിത് കഴിക്കാനാകുമ്പോഴത്തേന് ഇതൊക്കെ ഇതിൽ കടന്ന് സെറ്റ് ആവുന്നത് തുറക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ട്, നല്ലൊരു സ്മെല്ലാണത് എന്നൊക്കെ പറയട്ടോ. പിന്നെ
ഉപ്പേരിൻ്റെയൊക്കെ എണ്ണയൊക്കെ ചോർക്ക് ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴേ ഇതിങ്ങനെ കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പറയും. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ടോക്ക് വെച്ച് കൊടുക്കലും. പിന്നെ അച്ചാറൊന്നും നോക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് പിന്നെ അച്ചാറൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ ഓൾക്കുള്ള ചോറൊക്കെ ആക്കി കൊടുത്തു. പിന്നെ ഓളെയും കൊണ്ടുപോയി ഓളെ കൊണ്ടാക്കിയിട്ട് പിന്നെ ഞാൻ വീണ്ടും വന്നു. അപ്പം ഇനി ഞാൻ ചായ കുടിക്കട്ടെ, എനിക്ക് ചായ കുടിക്കാനായി, വയറൊക്കെ വിശക്കണുണ്ട്. അപ്പോൾ ഞാനും ഇതൊരു പ്ലേറ്റിക്ക് 2-3 നൂൽപുട്ടൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഗ്രീൻ പീസ് കറി എടുത്തിട്ടുണ്ട് കുറച്ച്. പിന്നെ ഞാൻ നമ്മൾ ബീട്രൂട്ട് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിനല്ലേ കുട്ടിയൊക്കെ എടുത്തത്, അതൊക്കെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സോയാബീൻ എനിക്ക് അങ്ങനെ ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷെ ഇതിങ്ങനെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ലോണം മൊരിഞ്ഞിട്ടേ. അപ്പോൾ അതും കുറച്ച് ഒരു സ്പൂണ് അതും എടുത്തിട്ടുണ്ട്. അതൊക്കെ കൂട്ടി കുഴച്ചിട്ടാട്ടോ ഞാൻ കഴിക്കണത്. ഇന്നിപ്പോൾ രാവിലെ ഇനിയിപ്പോൾ സ്റ്റോക്ക് റൂമിലേക്ക് പോകണില്ല, ഉച്ച കഴിഞ്ഞിട്ടേ പോകണുള്ളൂ. നമുക്ക് അച്ചാറുകളൊക്കെ വരാനുണ്ട്. അപ്പോൾ ഒരു വരുമ്പോൾ സ്റ്റോക്ക് റൂം എന്തായാലും തുറന്നു കൊടുക്കാൻ ഞാൻ പോകണം. അപ്പം ഇനി ആ ഒരു സമയത്ത് പോവാമെന്ന് വിചാരിച്ചു. ഉച്ച കഴിഞ്ഞിട്ടേ കാര്യം എന്തായാലും വരിക. അപ്പോൾ ഇനി രാവിലെ വീട്ടിലത്തെ ജോലികളൊക്കെ ചെയ്ത് വീട്ടിൽ കുറച്ച് നേരം അടങ്ങിയിരിക്കട്ടെ. ഇനിയിപ്പോൾ ഒന്നും ഉണ്ടാക്കൂല കേട്ടോ. ഫുഡൊക്കെ കഴിക്കണമല്ലോ, കുട്ടികൾക്ക് ഉണ്ടാക്കിയത് തന്നെ ഉണ്ട് എനിക്കും ഉച്ചക്ക് കഴിക്കാൻ. അപ്പോൾ ഇനി വൈകുന്നേരമല്ലേ മക്കൾ വരുള്ളൂ, അപ്പോഴുള്ളൂ. ഇനിയിപ്പോൾ മീൻ വാങ്ങിയിട്ടില്ല എന്ന്, മീനൊക്കെ വാങ്ങി മീനൊക്കെ പൊരിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ വേഗം വന്ന് അകത്ത് വന്ന് അകമൊക്കെ അടിച്ചു വാരി ബെഡൊക്കെ വിരിച്ചിട്ട് അങ്ങനെ അകത്തത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മുറ്റൊക്കെ അടിച്ചു വാരി പിന്നെ ഐഫക്കുട്ടി മദ്രസത്തൊക്കെ വന്നിന്. ഓൾക്ക് ചായയൊക്കെ ഞാൻ ടേബിളും എടുത്ത് വെച്ചിട്ട് അങ്ങോട്ട് കയറിപ്പോന്ന്. അങ്ങനെ ഓള് ചായയൊക്കെ കുടിച്ചു. പിന്നെ ഒരു ചോറൊന്നും കൊണ്ടുപോകില്ല, കൂട്ടാനൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകുള്ളൂ. റിച്ചുവിന് ചോറ് വേണമെന്നും പറഞ്ഞിന്. അപ്പോൾ എനിക്ക് ചോറും പാത്രത്തിലാക്കി കൊടുത്ത് പിന്നെ അങ്ങോട്ട് മുറ്റടിച്ച് വരാൻ നിന്ന്. മുറ്റടിച്ച് വരാനായപ്പോഴത്തേന് സമയം ഒരുപാടായിക്കണം കേട്ടോ. പിന്നെ മുറ്റത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ചപ്പ് ചവറുകളൊന്നും ഉണ്ടാവില്ല, വല്ലാതെയൊന്നുമില്ല. 2-3 പ്ലാവിൻ്റെ ഇലയൊക്കെ ചാടിയതൊക്കെ ഉള്ളൂ കേട്ടോ. അതും നമ്മളെ വീട്ടിൽ കയറി വരുന്നിടത്ത് മാത്രം, മുറ്റത്തൊന്നും അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ മുറ്റത്ത് കച്ചറകളൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ തന്നെ മുറ്റടിച്ച് വാരണം. ഇന്നിപ്പോൾ വല്ലാതെ അങ്ങനെ കച്ചറകളൊന്നുമില്ല. അങ്ങനെ മുറ്റൊക്കെ അടിച്ചു വാരി പിന്നെ കുറച്ച് നേരം പത്രം വായിച്ച് അവിടെ കുട്ടികളുടെ അടുത്ത് അവിടെ ഇരുന്ന് അങ്ങനെ ഓരോ ബസ് വന്ന് ഒരു 2 പോയിട്ടോ. ഐഫക്കുട്ടി റിച്ചും പോയി. മഞ്ജുമോൾ ഇതിൻ്റെ ഇടയിൽ പോയിട്ടുണ്ട്. ഓള് പോയതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ചിഞ്ചുമോളെ പിന്നെ രാവിലെ ഞാൻ കൊണ്ടാക്കിയല്ലോ. അങ്ങനെ 4 പോയി, ഞാൻ ഒറ്റക്കായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നാളെ കാണാം.